ബിന്ദു ശ്രീനിലയം കോവൂർ, അരുൺ നന്ദ് ചേവായൂർ, അതുൽ മെഡിക്കൽ കോളേജ്. ശരത് KC മെഡിക്കൽ കോളേജ്. വൈശാഖ് ചേവരമ്പലം. ശ്യാംലാൽ ചേവരമ്പലം. അഖിൽ രാജേഷ് ചേവരമ്പലം. വിജിത് KT മമ്മിളിത്താഴം. നിതുൽ സേതു. ബബിലേഷ്, പ്രവീഷ് VT, പ്രജിത്ത് NM. ധനുഷ് ലാൽ. CT മനോഹരൻ ചേവരമ്പലം. പ്രസാദ് കുന്നത്തേരി ചേവരമ്പലം. റീന, സുലിത KV, സുബില, റോഷ്ന ബാലഗോപാലൻ, ഷിബിലി T, അഞ്ജു, ഷാനി. നിശാന്ത് പുതിയപാലം. നിശാന്ത് പുതിയപാലം. ഉണ്ടല്ലേ ഇതാ നമുക്കൊരു കൊടിയുണ്ട്. ആ ഇട ഇട ആളുണ്ട്. രണ്ടുപേര് കൂടി പറയാൻ അനിൽകുമാർ TC അല്ല മാഷോട് പോയി അനിൽകുമാർ TCയും സോമരാജും കൂടി പറയാം. അനിൽകുമാർ TC സോമരാജ് അജിത് കുമാർ അനിൽകുമാർ TC സോമരാജ് അജിത് കുമാർ അനിൽകുമാർ TC അനിൽകുമാർ അജിത് കുമാർ സോമരാജ് പുതിയറ, അജിത് കുമാർ DC. അനിൽകുമാർ
വിജയൻ ചെമ്മാട്ട്. വിജയൻ ചെമ്മാട്ട്. വിജയൻ വിജയൻ ചെമ്മാട്ട്. ചെമ്മാട്ട്. വിജയൻ ചെമ്മാട്ട്. ഞാനിവിടെ നിന്നുണ്ട്. അതിലെ എ അജിത് കുമാർ. എ അജിത് കുമാർ. അതാ വരുന്നുണ്ട്. വിജയൻ ചെമ്മാട്ട്. വിജയൻ ചെമ്മാട്ട്. ആ വരുന്നുണ്ട്. അയാളല്ലേ വരുന്നത്? ശരി ശരി. വരട്ടെ. ഈ പരിപാടിയുടെ അധ്യക്ഷൻ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായ സഖാവ് മെഹബൂബ്, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മോഹൻ മാസ്റ്റർ, ലിതിയ ഉൾപ്പെടെയുള്ള നേതാക്കളെ, പുതുതായി പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിന് തീരുമാനിച്ചെത്തിച്ചേർന്ന വിശ്വനാഥൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ള പ്രമുഖരായ പഴയ കോൺഗ്രസ് നേതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെയേറെ ശ്രദ്ധേയമായ ഒരു ജനകീയ മുന്നേറ്റമാണ് പുതിയ സഖാക്കളെ വരവേൽക്കുന്നതിനു വേണ്ടി ഇവിടെ സംഘടിപ്പിച്ച ഈ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ പരിപാടിയിൽ ഇതുപോലെ ഒരു ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിച്ചത് ഈ പ്രദേശത്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ കാലമായി പരമ്പരാഗതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ സ്ഥാപക നേതാവ് വിശ്വനാഥൻ മാഷ് ഉൾപ്പെടെ ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ് ഉൾപ്പെടെ അവരുമായി ചേർന്ന് നിൽക്കുന്ന നിരവധിയായ നേതാക്കളും പ്രവർത്തകരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായും ഈ ഒരു നിമിഷം കേരളത്തിലെ പാർട്ടിയെ സംബന്ധിച്ച്, CPIM-നെ സംബന്ധിച്ച് ആവേശം നൽകുന്ന ഒന്നാണ് എന്ന് ആദ്യം തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എന്താണ് ആവേശത്തിന് അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ, ഈ കോഴിക്കോട് പട്ടണം ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയും ആദ്യകാല ഘട്ടങ്ങളിൽ നിർണായക നേതൃത്വം നൽകിയ ഒരു പ്രദേശം. നിങ്ങൾക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപം കൊള്ളുന്നതിന് മുമ്പ് അഭിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിൽ CPI ഇന്ത്യയിലെ അതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വവുമായി ചേർന്ന്
ആദ്യത്തെ സെല്ല് രൂപീകരിച്ചത്. അന്ന് സെല്ല് എന്ന് പറയും, നമ്മൾ ബ്രാഞ്ച് എന്ന് പറയുന്നതിന് പകരം അന്ന് സെല്ലാണ്. ആ സെല്ല് രൂപീകരിച്ചത് ഒരു പച്ചക്കറി പീടികൻ്റെ മേലെ ഈ കോഴിക്കോട് അങ്ങാടിയിലാണ്. 4 ആളുകൾ മാത്രമേ അതിൽ പങ്കെടുത്തിട്ടുള്ളൂ. ഒരാൾ അഖിലേന്ത്യാ നേതൃത്വം എന്ന രീതിയിൽ 5 പേര്. അതിൽ പങ്കെടുത്ത 5 പേര്, ഒന്ന് പി കൃഷ്ണപിള്ള, 2 EMS, 3 കെ ദാമോദരൻ, 4 NC ശേഖർ, 5-മത്തെ അഖിലേന്ത്യാ നേതാവ് VS ഘാട്ടെ. അന്നിരിക്കാൻ കസേരയോ മേശയോ ഒന്നും ഉണ്ടായിരുന്നില്ല. പച്ചക്കറി പീടികൻ്റെ മേലെ ഈ കായൊക്കെ പഴുപ്പിക്കാൻ വെക്കുന്ന സാധനത്തിൻ്റെ മേലെയൊക്കെ ഇരുന്നിട്ടാണ് ഈ പാർട്ടിയുടെ ആദ്യത്തെ കേരളത്തിലെ സെല്ല് രൂപീകരിച്ചു. അത് 1937. കോൺഗ്രസ്സുകാരും കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരും ചേർന്ന് പ്രവർത്തിക്കുന്ന കാലം 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നത്. അതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് EMS ഉണ്ട്. കേരളത്തിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നത് നമുക്കറിയുന്ന കൃഷ്ണപിള്ളി. മറ്റ് നേതാക്കന്മാരുണ്ട്, അന്ന് ഞാനിപ്പം പറയുന്നില്ല. അങ്ങനെ കോൺഗ്രസ്സായി കോൺഗ്രസ് സോഷ്യലിസ്റ്റായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വർഗരാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തമായ കാഴ്ചപ്പാടോടെ ഈ പറഞ്ഞ 4 ആളുകൾ കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കളായിട്ട് പ്രവർത്തിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റായി. അവർ പിന്നീട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ലേബലിൽ യഥാർത്ഥത്തിൽ കേരളത്തിലുടനീളം, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ കോഴിക്കോട് ആസ്ഥാനമാക്കി വളരെ ശ്രദ്ധേയമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ പിണറായി അന്ന് മലബാറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ദ്വീപ് സമൂഹത്തെ പോലെ വളരെയേറെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു പ്രദേശത്ത് രഹസ്യമായി 1939 അവസാനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചു. എല്ലാം കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരാണ്. അങ്ങനെ കോൺഗ്രസ് സോഷ്യലിസ്റ്റും കോൺഗ്രസും ഒക്കെയായി പ്രവർത്തിച്ചു വന്നവരാണ് പരമ്പരാഗതമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെയും ഒക്കെ നേതാക്കന്മാരായിട്ട് വളർന്നു വന്നവർ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ ഇത്രയേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മൂല്യങ്ങളും പിന്നീട് രൂപപ്പെട്ടു വന്ന ദേശീയ പ്രസ്ഥാനങ്ങളുടെ, അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ, ആ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ച് അതിൽ നിന്ന് ശക്തിയാർജിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നും ഇന്നും ഇതേ മൂല്യങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുള്ള കൃത്യമായ മെറിറ്റും അനുസരിച്ച് പാർട്ടി കൈകാര്യം ചെയ്ത് പോവുകയാണ്. നിരവധിയായ പോരാട്ടങ്ങളും സമരങ്ങളും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രംഗവേദിയായിട്ട് നിന്ന ഒരു പട്ടണമാണ് ഈ കോഴിക്കോട് പട്ടണം. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതിൻ്റെ മുമ്പ് ദേശീയ പ്രസ്ഥാനം കോൺഗ്രസ്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ്, ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് വളർന്നു വന്ന പൈതൃകമുള്ള നേതാക്കന്മാർ, വിശ്വനാഥ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ പിൻപറ്റിയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ഭരണവർഗ രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോയത്. എനിക്കിവിടെ ഇങ്ങനെ ഒരു യോഗം, അതിൻ്റെ ഭാഗമായിട്ട് വിശ്വനാഥ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കളെ സ്വീകരിക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളത് ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. യഥാർത്ഥത്തിൽ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടും ദിശാബോധത്തോടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാൻ നിർബന്ധ ബുദ്ധി കാണിച്ചതാണ്
കോൺഗ്രസിൽ നിന്ന് ഇവരെ വ്യതിരിക്തമാക്കുന്നത്. ഇത്രയും കാലത്തെ പ്രവർത്തനത്തിനിടയിൽ അവർക്ക് വളരെ വ്യക്തതയോടുകൂടി തിരിച്ചറിയാൻ കഴിഞ്ഞ ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ മുഖം നമുക്കെല്ലാം മനസ്സിലായത് തന്നെയാണ് സുധാകരൻ്റെ പ്രസംഗം. ഇവിടെ വന്നിട്ടാണ് ഈ ചേവായൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രസംഗം. ആ പ്രസംഗത്തിലാണ് കോൺഗ്രസിൻ്റെ പാനലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കിവിടെ ജീവിക്കാനാവില്ല എന്ന സുധാകരൻ്റെ സാധാരണ, ഞങ്ങൾക്കതിൽ അനുഭവമൊന്നുമില്ല, കണ്ണൂർക്കാർക്ക് സ്ഥിരമായ പ്രസംഗത്തിൻ്റെ സ്റ്റൈല് അത് തന്നെയാണ്. അതെല്ലാം പ്രസംഗത്തിൽ ഒതുങ്ങുന്നതിൻ്റെ അപ്പുറത്തൊന്നും നടക്കില്ല എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പണ്ടേ അറിയാം, ഇപ്പോഴും അറിയാം. അതിലൊന്നും ആരും ഒരു പ്രയാസം നിങ്ങൾ അനുഭവിക്കണ്ട, ഒരു പ്രയാസം നിങ്ങൾക്ക് ഉണ്ടാകണ്ട, ഒരു പ്രയാസം ഉണ്ടാവുകയും ചെയ്യില്ല. CPIM-ന്റെ ചെമ്പതാകയും അതുപോലെ തന്നെ ഈ ചെമ്പതാകയുടെ ഒപ്പം തന്നെ നൽകിയിട്ടുള്ള ഈ ഷാളും, ചുവപ്പ് ഷാളും അണിഞ്ഞ നിങ്ങളെ തൊടാൻ ഒരു ശക്തിക്കും ഈ ഭൂമുഖത്ത് സാധിക്കില്ല. അതിനുള്ള പരിപൂർണമായ പിന്തുണ, അതിനുള്ള പരിപൂർണമായ സംരക്ഷണം ഈ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഒരു തരത്തിലും പഴുതില്ലാത്ത രീതിയിൽ ഒരുക്കുമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ആ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിലേക്കല്ല ഞാൻ കടക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പതുങ്ങിയിരിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്താ? CPIM പരസ്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. തെറ്റായ ഒരു പ്രവണതയും ഈ പാർട്ടി ജനങ്ങളിൽ നിന്ന് അന്യമായ രീതിയിൽ വെച്ച് പൂർപ്പിക്കുന്ന പാർട്ടിയല്ല. ഞങ്ങളെപ്പോലെ പറയാൻ സാധിക്കുന്ന എത്ര പാർട്ടിയുണ്ട്? ഞങ്ങളൊരു ഈ കാര്യം ഉറപ്പായിട്ട് പറയാണല്ലോ. പകൽ വെളിച്ചം പോലെ ജനങ്ങൾക്കിത് കേൾക്കാനും അതുപോലെ തന്നെ മനസ്സിലാക്കാനും സാധിക്കുമല്ലോ. ജനങ്ങൾ അംഗീകരിക്കാത്ത, ജനങ്ങൾക്ക് അന്യമായ തെറ്റായ ഒരു പ്രവണതയും ഈ പാർട്ടിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് വെച്ച് പൂർപ്പിക്കില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന 38,000 ബ്രാഞ്ച് സമ്മേളനത്തിലും 2444 ലോക്കൽ സമ്മേളനത്തിലും 209 ഏരിയ സമ്മേളനത്തിലും 14 ജില്ലാ സമ്മേളനത്തിലും ഇനി വരാൻ പോകുന്ന സംസ്ഥാന സമ്മേളനത്തിലും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ആ കാര്യം ഇങ്ങനെയാണ്. തെറ്റായ ഒരു രീതിയും ഞാൻ നേരത്തെ പറഞ്ഞ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും അതിനു മുമ്പുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെ തുടർച്ചയായി വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഞാൻ ഈ ഉൾച്ചേർത്ത് നിർത്തിയിട്ടുള്ള ഈ മൂല്യങ്ങളെയും അതിൻ്റെ മെറിറ്റിനെയും നിരാശപ്പെടുത്തുന്ന രീതിയിൽ, തെറ്റായ രീതിയിലുള്ള ഒരു പ്രവണതയെയും ഈ പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് വെച്ച് പൊറുപ്പിക്കില്ല എന്ന് പരസ്യമായിട്ട് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്താ ഇവിടെ ഉണ്ടായേ? ഇവിടെ 10-31 ആളുകളെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹകരണ സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ കൃത്യമായ ഗ്രേഡ് തിരിച്ചു വന്നപ്പോൾ ഈ 31 ആളുകളെയും നിയമിക്കുന്നതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ഉറുപ്പിക ശേഖരിച്ച് DCCക്ക്, അതുപോലെ തന്നെ അതിൻ്റെ DCCക്ക് മാത്രമായിരിക്കില്ലല്ലോ, കോടിക്കണക്കിന് ഉറുപ്പിക കിട്ടുമ്പോഴത്തേക്ക് DCCക്ക് മാത്രമായിട്ട് നൽകുമെന്നുള്ള കാര്യവും നമ്മൾ കണ്ടിട്ടില്ല. കോടിക്കണക്കിനാണ്. അപ്പോൾ ആ കോടികൾ അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ വിശ്വനാഥ മാഷ് ഉൾപ്പെടെയുള്ള പഴയ പാരമ്പര്യമുള്ള കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ബാങ്ക് അതിന് മനസ്സില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അങ്ങനെ കൈക്കൂലി വാങ്ങി നിങ്ങൾക്ക് പണം തന്ന് ഇവിടെ ജീവനക്കാരെ നിയമിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. തികച്ചും ആദർശപരമായ, ധൈര്യപൂർവമായ ആ നിലപാടാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായിട്ട് ഇവരും അവരും തമ്മിലുള്ള വ്യത്യാസം രൂപപ്പെടുത്തിയത്. അതാണ് കാര്യം. ഒന്ന് അഴിമതിക്ക് വേണ്ടി നിലകൊള്ളുന്നു, മറ്റൊന്ന് അഴിമതി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു. ഈ അഴിമതി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന കേരളത്തിലെ പാർട്ടി ഏതാണ് എന്ന ചോദ്യത്തിന് പ്രബലമായ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് തന്നെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് മനസ്സിലായി. ഇതിൻ്റെ അടുത്ത് തന്നെയാണല്ലോ നമ്മുടെ വയനാട് പോയി, വിജയൻ്റെ വീട്ടിൽ പോയി. വിജയൻ കോൺഗ്രസിൻ്റെ DCC ട്രഷററാണ്. ആ മനുഷ്യനവിടെ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്യുക മാത്രമല്ല, മകനെ കൊന്നിട്ടാണ് ആത്മഹത്യ ചെയ്തത്. ഞാൻ അങ്ങനെ തന്നെയാണ് അവിടെയും പറഞ്ഞത്.
അവശേഷിക്കുന്ന ഒരു മകനും മകൻ്റെ ഭാര്യയുള്ള ആ വീട്ടിലാണ് ഞാൻ പോയത്. അവരിപ്പോഴും കോടിക്കണക്കിന് ഉറുപ്പികയുടെ കടത്തിലാണ്. കോൺഗ്രസിന് വേണ്ടി ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അവിടെ സഹകരണ സംഘത്തിൽ ആളുകളെ നിശ്ചയിക്കുമ്പോൾ നിങ്ങൾ ലക്ഷക്കണക്കിന് ഉറുപ്പിക പിരിച്ച് കോടിക്കണക്കിന് ഉറുപ്പിക അവിടെ ജില്ലാ കമ്മിറ്റിക്ക് നൽകണമെന്ന് തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തി അത് ശരിയായിരിക്കുമെന്ന് വിചാരിച്ച് ഇവിടെ വിശ്വനാഥൻ മാഷ് ഉൾപ്പെടെയുള്ളവർ എടുത്ത നിലപാടിന് തികച്ചും വ്യത്യസ്തമായി അവിടെ നിന്ന് പണം വാങ്ങി, പലരോടും പണം വാങ്ങി. ആ പണമൊന്നും തിരിച്ചു കൊടുക്കാനോ ആ പണം വാങ്ങിയവർക്ക് കൃത്യമായി ജോലി കൊടുക്കാനോ ഒന്നും സാധിച്ചില്ല. അങ്ങനെ വിജയൻ ട്രഷറർ എന്ന രീതിയിൽ തൻ്റെ സ്വത്തെല്ലാം പണയം വെച്ച് വരുന്നവർക്കെല്ലാം കുറേയൊക്കെ കൊടുത്ത് ബാക്കി കടമായി കിടക്കുകയാണ്. കോടിക്കണക്കിന് ഉറുപ്പിക കടം വന്നപ്പോഴാണ് കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റിനോട് സുധാകരനോട് കൃത്യമായിട്ട് പറഞ്ഞു, എനിക്കിത്ര കോടിയാണ് കിട്ടാനുള്ളത്, അത് ലഭിക്കുന്നതിന് വേണ്ടി ആവശ്യമായ ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞ് കത്തെഴുതി. ആദ്യം കത്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞു, അവസാനം കത്ത് കിട്ടിയെന്ന് പറഞ്ഞു. ഞാനവിടെ പോയപ്പോൾ അതുവരെ VD സതീശൻ പോയിട്ടില്ല. ഞാനവിടെ മനുഷ്യത്വപരമായ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. ഇനിയും ആ കുടുംബം അവസാന നിമിഷം വരെ നിലനിന്ന് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടപെട്ടത്. ഞാനവിടെ പോയ ദിവസമാണ്, ഞാൻ പോയതിന് ശേഷമാണ് അവിടെ സതീശൻ പോയത്. ഞാൻ പോയൊരു കാര്യം പറഞ്ഞു, തൻ്റെ സ്വന്തം മകനെ, ഞാനില്ലാതെ വികലാംഗത്വമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അവനവിടെ 6 കൊല്ലം ജോലി ചെയ്തതാണ് ആ ബാങ്കിൽ. എന്നിട്ട് MLA തന്നെ നേരിട്ട് കത്ത് കൊടുത്ത് ആ ബാങ്കിൽ നിന്ന് ആ ചെറുപ്പക്കാരനെ പിരിച്ചുവിട്ടു. എന്നിട്ട് അതിന് പകരം വേറൊരു കോൺഗ്രസിൻ്റെ നോമിനിയായിട്ടുള്ള ലക്ഷക്കണക്കിന് ഉറുപ്പിക പൈസ വാങ്ങിയിട്ട് തന്നെ ഒരാളെ നിയമിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ട്രഷററായ കോൺഗ്രസിൻ്റെ അംഗവൈകല്യമുള്ള മകനെ 6 കൊല്ലക്കാലമായിട്ട് 7 കൊല്ലക്കാലമായിട്ട് അവിടെ ജോലിയിൽ പ്രവേശിപ്പിച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കി, അവന് ജോലിയില്ലാതെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച്, എന്നിട്ട് MLAയുടെ പേരിൽ കത്ത് കൊടുത്ത്, ആ കത്തെല്ലാം പുറത്തു വന്നിട്ടുണ്ട്, ആ കത്തടിസ്ഥാനപ്പെടുത്തി മറ്റൊരാളെ നിയമിച്ച്, ആ നിയമിച്ചയാൾ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്, ഇവന് ജോലിയില്ല. ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട പ്രശ്നം, ഞാൻ ആത്മഹത്യ ചെയ്താൽ ഈ അംഗവൈകല്യമുള്ള മകൻ്റെ ജീവിതം എന്തായിരിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. എന്നിട്ടാണ് ആദ്യം അവനെ കൊന്നത്. എത്ര പൈശാചികമായ രീതിയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യൻ ആ നിലയിലെത്തണമെങ്കിൽ എത്ര പ്രയാസപ്പെടണം. ആദ്യം മകനെ കൊന്നു, എന്നിട്ട് സ്വന്തം മരിച്ചപ്പോൾ കത്തെഴുതി വെച്ചു. ഇപ്പോഴും കൃത്യമായിട്ട് കടം എത്ര എന്നുള്ളതിനെ തിട്ടപ്പെടുത്തി. ഞാനവിടെ പോയപ്പോൾ തന്നെ കടത്തിൻ്റെ കൃത്യം അവർ എന്നോട് പറഞ്ഞു, കോടിക്കണക്കിനാണ്. എല്ലാം വിറ്റ് തുലച്ചാലും തീരാതത്ര കടം. ഇപ്പോൾ ഞാൻ അവരോടൊരു കാര്യം പറഞ്ഞു, യഥാർത്ഥത്തിൽ കോൺഗ്രസ്സാണ് ഈ കടം വീട്ടേണ്ടത്. കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് വാങ്ങിയ കടത്തിൻ്റെയും അതിൻ്റെ ഭാഗമായിട്ട് ബാങ്കിൽ നിന്നെല്ലാം വാങ്ങിയ സ്വത്ത് പണയം വെച്ച് വാങ്ങിയിട്ടുള്ള കടത്തിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് ഈ പ്രശ്നം വന്നത്. അതുകൊണ്ട് KPCC ഈ കടം വീട്ടി ഈ കുടുംബത്തെ ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പത്രക്കാരുൾപ്പെടെയുള്ള അവിടെ വന്നു ചേർന്ന ആളുകളെല്ലാം കേൾക്കത്തക്ക രീതിയിൽ തന്നെ ആ കുടുംബത്തെ സന്ദർശിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ പത്രക്കാരെന്നോട് ചോദിച്ചു, ഇത് കോൺഗ്രസ്സുകാർ ചെയ്യുന്നില്ലെങ്കിലോ എന്ന്. അപ്പോഴും മനുഷ്യത്വപരമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഈ കാര്യം കോൺഗ്രസ്സുകാർ ചെയ്യുന്നില്ല എങ്കിൽ ഈ കുടുംബം ആത്മഹത്യയിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി എന്തെല്ലാം കാര്യം ചെയ്യേണ്ടി വരുമോ അത് ഈ പാർട്ടി ചെയ്യുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. പിന്നീടാണ് സുധാകരൻ പോയിട്ട്, VD സതീശൻ ഉരുണ്ടി കളിച്ചു, ഒന്നും പറഞ്ഞിട്ടില്ല. സുധാകരൻ പോയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ കടം ഉൾപ്പെടെയുള്ള കാര്യം ഏറ്റെടുക്കും എന്നുള്ളത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്, ആ കുടുംബത്തെ ആത്മഹത്യയിലേക്ക് വീണ്ടും തള്ളിവിട്ടുകൂടാ. കാരണം ഈ കടമൊന്നും അവർക്ക് തിരിച്ചടക്കാൻ സാധിക്കുന്നു, ഇതെല്ലാം കൈക്കൂലി വാങ്ങിയിട്ട് കൊടുത്തതാണ്. പിന്നെ തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഈ പറയുന്ന മനുഷ്യൻ വിജയൻ ആത്മഹത്യ ചെയ്യുന്നത്, മനുഷ്യൻ സ്വന്തം മോനെ തന്നെ കൊല്ലുന്നത്. ഈ ഒരവസ്ഥ നമ്മൾ കണ്ടതല്ലേ.
അതുകൊണ്ട് വിശ്വനാഥൻ മാഷ് ഉൾപ്പെടെയുള്ളവരോട് എനിക്ക് അഭിനന്ദന സൂചകമായി പറയാനുള്ളത്, നിങ്ങളെടുത്ത തൻ്റെ ഇടമുള്ള തീരുമാനം കൊണ്ട് നിരവധി ആത്മഹത്യകൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ നിലപാട് സ്വീകരിച്ചു. അതിനുശേഷമാണ് നിങ്ങളെ അവർ നടപടിയിലേക്ക് വിധേയപ്പെടുത്തിയത്. പാർട്ടി നടപടി വരികയാണ്. അഴിമതി നടത്തുന്ന നിലപാട് സ്വീകരിക്കാതെ ബോർഡ് പ്രസിഡന്റിനെയും ബോർഡ് മെമ്പർമാരെയും നടപടിക്ക് വിധേയപ്പെടുത്തി സംഘടനാപരമായിട്ടുള്ള സമീപനത്തിലേക്ക് പോവുകയാണ്. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവമെന്ന് തിരിച്ചറിയുകയും അതിനെ തുടർന്ന് CPIMന്റെ കൂടി സഹായത്തോടെ ആ ബാങ്കിൽ മത്സരിക്കുകയും ആ മത്സരിച്ചതിന്റെ ഭാഗമായിട്ട് ജയിക്കുകയും ഇപ്പോഴിവിടെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരികയും അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റായ രീതിയിൽ ആരെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം ശൂലം വരും, അവരെ ഒന്നും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന വെല്ലുവിളി ഉണ്ടായിട്ടും ആ വെല്ലുവിളിയെ അഭിമുഖീകരിച്ചുകൊണ്ട് ഈ ബാങ്ക് വലിയ രീതിയിൽ നിങ്ങൾക്ക് ജയിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെല്ലാം ഈ സന്ദർഭത്തിൽ അതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്, അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ ഞങ്ങളോടൊപ്പം ചേർന്ന് നിരവധി ആളുകൾ, പുരുഷന്മാരും സ്ത്രീകളും പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഒക്കെ വന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ടാവുമെന്ന് എനിക്കറിയാം. മറ്റേതെങ്കിലും പാർട്ടിയെ പോലെ വളരെ പെട്ടെന്ന് തന്നെ പാർട്ടിയുടെ ഭാഗമായിട്ട് മാറിച്ചേരുക എന്നൊന്നും സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പായിട്ട് നേരത്തെ പറഞ്ഞുകൊണ്ടേയിരുന്നത് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കും എന്നുള്ളതാണ്. അവരെ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഞങ്ങളുടെ പാർട്ടി മെമ്പർഷിപ്പിന്റെ സമീപനം എന്ന് പറയുന്നത് ആദ്യം അനുഭാവി ഗ്രൂപ്പിലേക്ക് വരും, അനുഭാവി ഗ്രൂപ്പിൽ നിന്ന് കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിലേക്ക് വരും, പിന്നെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിൽ നിന്ന് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരും. പക്ഷെ നിരവധി വർഗ ഭോജന പ്രസ്ഥാനങ്ങളുമായിട്ട് സഹകരണ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ള നിരവധി മേഖലയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും, പ്രവർത്തിപ്പിക്കാൻ CPIMനും സാധിക്കും. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോകണം. ഒരാൾ രാവിലെ അല്ലെങ്കിൽ ഇന്നലെ പാർട്ടിയിലേക്ക് വരികയല്ല ചെയ്യുന്നത്. ഇവിടെ നല്ല അനുഭവമുള്ളവരാണ് വരുന്നത്. അവർക്ക് രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നല്ല ബോധമുള്ളവരാണ്. ആ ബോധം മുതൽക്കൂട്ടാക്കി കേരളത്തിലെ പാർട്ടിക്ക്, CPIMന് ഇവരെ കൂടി ചേർത്ത് മുമ്പോട്ടേക്ക് പോകുന്നതിന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അനിൽകുമാറിനെ പോലെയുള്ള സഖാക്കൾ നേരത്തെ തന്നെ വന്നു. ഞങ്ങളുടെ പാർട്ടിയുടെ രീതി വെച്ച് നോക്കിയാൽ അനിൽകുമാർ ഇപ്പോഴും പാർട്ടിയുടെ ഏറ്റവും ശ്രദ്ധേയമായ ജില്ലയിലെ, ഈ കോഴിക്കോട് ജില്ലയിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് വളരാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ എല്ലാവരെയും ഈ പാർട്ടി ഉൾക്കൊള്ളും. എല്ലാവർക്കും സംഘടനാപരമായിട്ട് ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാനും സാധിക്കും. മുമ്പൊരു ധാരണയുണ്ടായിരുന്നു, ഏതെങ്കിലും വേറെ പാർട്ടി ചേർന്നിട്ട് പിന്നെ പാർട്ടിയെ സഹകരിക്കുക, അങ്ങനെയാണ് പലയാണ് ധാരണ. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഞങ്ങൾക്ക് ആശ്രയിക്കാനാവാത്ത ഒരാളും കൈവിരലെണ്ണാവുന്ന ചിലരെ ഒഴിച്ചാൽ ബാക്കി ആരും ഈ കേരളത്തിലില്ല. ഞങ്ങൾക്ക് ആശ്രയിക്കാനാവാത്ത ഒരാളുമില്ല, ഞങ്ങളെ ആശ്രയിക്കാനാവാത്ത വേറൊരാളുമില്ല. വലിയ കുത്തക മുതലാളിമാരും ഭൂപ്രഭുക്കന്മാരും ഒക്കെയാണ് ഞങ്ങൾ എതിർക്കുന്നത്, വർഗപരമായിട്ട് എതിർക്കുന്നത്. ബാക്കി എല്ലാവർക്കും ഈ പ്രസ്ഥാനത്ത് ചേരാം. അതിൽ കർഷകരുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, അതുപോലെ തന്നെ തൊഴിലാളികളുണ്ട്, ജീവനക്കാരുണ്ട്, അധ്യാപകരുണ്ട്, അതിൽ സാമ്പത്തിക ശേഷിയുള്ള ഇടത്തരക്കാരുണ്ട്, ഇടത്തരം കൃഷിക്കാരുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളാനുള്ള വിശാലത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, കേരളത്തിലെ പാർട്ടിക്ക്, ഇന്ത്യയിലെ പാർട്ടിക്കുണ്ട്. പല ആളുടെയും ധാരണ നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്ന് അന്യമായിട്ട് രാഷ്ട്രീയം സ്വീകരിച്ചവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി സഹകരിക്കണമെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളുമായിട്ട് ചേർന്നാലേ സാധിക്കുള്ളൂ എന്നൊരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണ ഇപ്പോഴും വേണ്ട, ഇല്ല. ഇപ്പോഴും ഏത് കേരളത്തിലെ മനുഷ്യനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിൽ പ്രയാസമില്ല. 3 വർഗത്തെ മാത്രമേ ഞങ്ങൾ ഒഴിവാക്കുന്നുള്ളൂ. അതൊന്ന് ഇന്ത്യയിലെ കുത്തക മുതലാളിമാർ, കേരളത്തിലെ കാര്യമായ ആരുമില്ല. 2 ഭൂപ്രഭുക്കന്മാർ, അതും വളരെ കുറവാണ്. ഇവിടെ ജന്മിത്വം അവസാനിപ്പിച്ച ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. ഒരു വർഗം തന്നെ ഇവിടെ ഇല്ല. മാറ്റം വെറുതെ ഉണ്ടായതൊന്നുമല്ല കേരളത്തിന്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തി കേന്ദ്രമായിട്ട് ഇപ്പോഴും ഈ കേരളം നിൽക്കുന്നതിന് അടിസ്ഥാനപരമായ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളൊന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അതിലൊന്ന് 1957 സഖാ VMSന്റെ ഗവൺമെന്റ് വന്നപ്പോൾ ഉച്ചക്കഞ്ഞി കൊടുത്തുകൊണ്ട് സ്കൂളിലേക്ക് പ്രവേശിപ്പിച്ച് വിദ്യാഭ്യാസത്തിന്റെ ഒരു പുതിയ തരം ജനകീയ വിദ്യാഭ്യാസത്തിന്റെ അടിത്തറവാകി. അന്ന് ആ വിദ്യാഭ്യാസ മേഖലയിൽ പോയി പഠിച്ചവരാണ്
ഇന്നത്തെ അതിൻ്റെ തുടർച്ചയായി വന്ന അവരുടെ അവരുടെയും മക്കൾ ഇത് മൂന്നാമത്തെ തലമുറയാണ്. 57 വിദ്യാഭ്യാസം നേടിയിട്ടുള്ള, അന്ന് വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന നിരക്ഷരായിരുന്ന ഒരു വലിയ വിഭാഗം കേരളത്തിലും അവർക്ക് അന്ന് വിദ്യാഭ്യാസം കിട്ടിയും വലിയ വിദ്യാഭ്യാസമൊന്നുമല്ല, സാമാന്യ വിദ്യാഭ്യാസം കിട്ടി. അതിൻ്റെ രണ്ടാമത്തെ തലമുറ വരുമ്പോൾ, അതായത് അന്ന് പഠിച്ചവൻ്റെ മക്കൾക്ക് കുറച്ചുകൂടി വിദ്യാഭ്യാസം കിട്ടി. അവൻ്റെ മക്കളാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ മുഴുവൻ കുടുംബങ്ങളിലുള്ളത്. പട്ടികജാതി, പട്ടികവർഗം, പിന്നോക്കം, ചെത്തു തൊഴിലാളി, കർഷക തൊഴിലാളി, ഓട്ടോറിക്ഷ തൊഴിലാളി, ചുമട്ട് തൊഴിലാളി, എന്തെല്ലാം വേണോ അവരെല്ലാം ഇന്ന് അവരുടെ എല്ലാം വീട്ടിലുള്ളത് ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ്. അത് ഈ കേരളത്തിലല്ലാതെ ലോകത്ത് വേറെ എവിടെ ഉണ്ടാവില്ല, സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ ഒഴിവാക്കിയാൽ. ഇന്ത്യയിൽ എവിടെയില്ല, ഉറപ്പാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുള്ള നാടേതാണ് എന്ന ചോദ്യത്തിന് UP എന്നല്ല ഉത്തരം, അത് ഈ കേരള. എത്ര ജനസംഖ്യ? നമ്മുടെ ജനസംഖ്യയുടെ എത്രയോ ഇരട്ടി. അവിടെയല്ല ഈ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ ഉള്ളത് ഇത്രയധികം. ഇവിടെയാണ്. നമുക്കിവിടെ 53 ലക്ഷത്തോളം വരും. ഞാനതിൻ്റെ കണക്കിലേക്കൊന്നും കിടക്കുകയല്ല. എന്തേ അവിടെയൊന്നും ഇല്ലാത്തത്? അവിടെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കളുണ്ട് കേട്ടോ. പക്ഷെ അവരെല്ലാം ഭൂപ്രമാണീൻ്റെ മക്കളാ. അവരെല്ലാം വലിയ പ്രമാണിമാരുടെ ഉദ്യോഗസ്ഥന്മാരുടെ മക്കളാണ്, വലിയ ജന്മിമാരുടെ മക്കളാണ്. അവിടെയുള്ള 30% മനുഷ്യർ ഇന്നും സ്കൂളിലേക്ക് പ്രവേശിച്ചു തുടങ്ങിയിട്ടില്ല, അവർക്ക് വീടുമില്ല. ഇവിടെ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ എല്ലാം വീട്ടിൽ ഇപ്പോഴും അഭ്യസ്തവിദ്യരായ, ഞാൻ നേരത്തെ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവതി യുവാക്കളുണ്ട്, കൃത്യമായിട്ട് ജനകീയമായിട്ട്. ഇത് വേറെ എവിടെയും ഇന്ത്യയിലില്ല. അതാണ് വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കേരളം നൽകിയിട്ടുള്ള സംഭാവന, ജനകീയ വിദ്യാഭ്യാസം. അതിപ്പോഴും ശക്തിപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗവൺമെൻറ് ഇപ്പോഴ് കൃത്യമായിട്ട് പറഞ്ഞു, കഴിഞ്ഞ 5 കൊല്ലക്കാലത്തിനിടയിൽ LP സ്കൂൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ വരെ ലോകോത്തരമായി. പിന്നെ അടുത്ത കൊല്ലം തുടങ്ങി പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ പറഞ്ഞു, നമ്മൾ യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹമ്പാക്കിയിട്ട് ഈ കേരളത്തെ മാറ്റാൻ പോവാണ്. വിജ്ഞാന സമൂഹം, ഒരു പുതിയ പേര് കൊടുത്തു, വിജ്ഞാന സമൂഹം. നമ്മളതിനെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, വിജ്ഞാന സമ്പദ് വ്യവസ്ഥ. ഇതൊക്കെ വെറുതെ ഉള്ളൊരു പദപ്രയോഗമല്ല. വിജ്ഞാന സമൂഹവും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയും കൈകാര്യം ചെയ്യാൻ ഇന്നത്തെ ഇന്ത്യൻ സമൂഹത്തിൽ കേരളത്തിനല്ലാതെ മറ്റൊരു സംസ്ഥാനത്തിനും കൈകാര്യം ചെയ്യാൻ സാധിക്കില്ല. കാരണം ഈ പറയുന്ന പോലെ സാർവത്രികമായ ഉന്നത വിദ്യാഭ്യാസം നേടിയവരില്ല. അറിവ്, സാധാരണ എക്കണോമിക്സ് പഠിച്ചിട്ടുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അവരെല്ലാം സമ്പദ് വ്യവസ്ഥയെ പറ്റി പഠിക്കുമ്പോൾ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന നട്ടെല്ല് എന്താണ് എന്ന് കൃത്യമായിട്ട് എക്കണോമിക്സിന്റെ സിലബസിലുണ്ട്. അത് ഓരോന്നുമല്ല, പണമൂലധനമാണ്. പണമൂലധനം. ആ പണമൂലധനം ഉപയോഗിച്ചുകൊണ്ടുള്ള സമ്പദ് വ്യവസ്ഥക്കല്ല കേരളം ഊന്നൽ നൽകുന്നത്. ഞങ്ങളിവിടെ വിജ്ഞാനത്തെ മൂലധനമാക്കി മാറ്റുക. ഇന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടി കൊച്ചിയിൽ, അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിൽ പങ്കെടുത്തു, കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്തു, 26 രാജ്യങ്ങളിലെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഭരണാധികാരികളുടെ പ്രതിനിധികളും പങ്കെടുത്തു. ഈ ലോകത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്ന് നിക്ഷേപം നടത്താൻ സൗകര്യമുള്ള നിക്ഷേപകർ ഉൾപ്പെടെ 2500 ആളുകൾ പങ്കെടുത്തു. അതൊരു കാഴ്ചയായിരുന്നു, അതൊരു വലിയ കാഴ്ചയാണ്. അത് നാളത്തോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും സാധിക്കാത്ത രീതിയിൽ ഈ കേരളത്തെ ആധുനിക കേരളമാക്കി രൂപപ്പെടുത്താൻ സഖാവ് പിണറായി പറയുന്നത് പോലെ 400 വർഷക്കാലം നേടിയ വളർച്ചയുടെ വികാസത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ആ ജീവിത നിലവാരം മെച്ചപ്പെട്ട വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറഞ്ഞാൽ ഐക്യ കേരളം രൂപപ്പെട്ട 1956-57 മുതൽ ഇങ്ങോട്ട് ഇടതുപക്ഷ ഗവൺമെന്റുകൾ കൂടി ഫലപ്രദമായി ഇടപെട്ട് രൂപപ്പെടുത്തിയ ഈ കേരളീയ സമൂഹം ഒരു 20 വർഷം കൂടി കഴിയുമ്പോൾ വികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളീയ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം നേടാനാണ് ഇന്നത്തെ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ്. ഇന്നും നാളെയും കോടാനുകോടി ഉറുപ്പിക മൂലധന നിക്ഷേപത്തിന്റെ ഭാഗമായിട്ടും AIT ഉൾപ്പെടെയുള്ള നമുക്കറിയുന്ന പോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള
കാര്യങ്ങൾ വെച്ചുകൊണ്ട് IT ഉൾപ്പെടെ വെച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കണം. വളരെ വലിയ ഘനവ്യവസായങ്ങളൊന്നും തുടങ്ങാൻ കേരളത്തിൽ സാധിക്കുന്നതല്ല, അതിനുള്ള ഭൂമിയുമില്ല, നമുക്ക് സാധിക്കുന്നതല്ല. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് ബുദ്ധിയെ, നോളജിനെ ഉപയോഗിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സമ്പദ് വ്യവസ്ഥയെ രൂപപ്പെടുത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയേണ്ടതുണ്ട്. അതിന് വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ ചിലർക്കെല്ലാം ഇത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യമാണ്. എന്തുകൊണ്ടാണ്? നമ്മളിവിടെ 25 കൊല്ലത്തിന്റെ വളർച്ച കണ്ടുകൊണ്ടാണ് കേരളയിൽ ആലോചിച്ചത്. ഇപ്പോഴെല്ലാവരും പറയുന്നുണ്ട് കേരളയിൽ വേണ്ടിയത് തന്നെയാണെന്ന്, അല്ലേ? വന്ദേ ഭാരത് വന്നപ്പോഴാണ് കേരളത്തിന്റെ സ്ഥിതി മനസ്സിലായത്. 39 വണ്ടി അങ്ങോട്ടും 39 വണ്ടി ഇങ്ങോട്ടും. നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അല്ലെങ്കിൽ ഉണ്ടാക്കാവുന്ന റെയിൽവേ സ്റ്റേഷൻ, ഇതെല്ലാം കോഴിക്കോട് തന്നെയായിരിക്കും അന്ന് ഉദ്ദേശിച്ചത്. ആ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കയറി നിന്നാൽ 20 മിനിറ്റ് കൊണ്ടൊരു ട്രെയിൻ. ഇവിടുന്ന് 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് കൊച്ചി, 3 മണിക്കൂർ 3.5 മണിക്കൂർ കൊണ്ട് നമുക്ക് കണ്ണൂരിൽ നിന്നല്ല കാസർഗോഡ് നിന്ന് 3 മണിക്കൂർ 54 മിനിറ്റ് കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുന്ന വേഗത. അതല്ല ഇപ്പൊ ചെറിയ വേഗതയാണ്, സെമിയാണ്. അതിനെല്ലാം കടച്ചു വെക്കുന്ന മണിക്കൂറിൽ 1000 കിലോമീറ്റർ സഞ്ചരിക്കുന്ന വേഗതയിലുള്ള വണ്ടികളുണ്ട്. അപ്പോൾ 2 മണിക്കൂറേ കൊണ്ട് നമുക്ക് ആകെ പരമാവധി ഈ സ്റ്റേഷനിലെല്ലാം നിർത്തിയാൽ. പക്ഷെ ഇവിടെ അനുവദിക്കൂല. എന്തേ അനുവദിക്കില്ല? ഒരു വികസനവും കേരളത്തിൽ നടത്താൻ പാടില്ല എന്നാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രതിപക്ഷം ലോകത്ത് വേറെ എവിടെയില്ല. വികസനത്തിന് വോട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ വികസനമേ പാടില്ല. അത് കേന്ദ്ര ഗവൺമെന്റും അങ്ങനെയാണ് തീരുമാനിച്ചത്, അതുപോലെ തന്നെ ഇവിടുത്തെ UDFകാരും അങ്ങനെയാണ് തീരുമാനിച്ചത്. ഒരു വികസനവും നടത്തേണ്ട കാര്യമില്ല. എന്നാൽ ഈ കേരളം വികസനം നടത്തി മുമ്പോട്ടേക്ക് പോകും. എന്തെല്ലാം പ്രതിരോധം തീർക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ പ്രതിരോധം തീർത്താൽ അതിനെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് ഈ കേരളത്തെ ലോകോത്തരമായ രീതിയിൽ വളർത്തിയെടുക്കാനാവും. നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും. ഇപ്പൊ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ വരുമാനം ഏതാണ്ട് ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്നോട് തന്നെ ചില UDFന്റെ നേതാക്കന്മാരെ ചോദിച്ചു, നിങ്ങൾ എന്ത് മസ്മര വിദ്യ കളിക്കുന്നതെന്ന്. കാരണം ഈ പണം തരുന്നില്ല. 54,000 കോടി ഗവൺമെന്റ് കഴിഞ്ഞ പ്രാവശ്യം തന്നിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് ലക്ഷക്കണക്കിന് കോടി നമുക്ക് തരാൻ ബാക്കിയാണ്. ഈ കുറെ കൊല്ലം കൂടി എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ വിഹിതം നിരന്തരമായി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ട്രഷറി പൂട്ടാതെ ഈ ബാലഗോപാൽ എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്ന് അത്ഭുതത്തോടു കൂടിയാണ് കോൺഗ്രസ്സുകാരുൾപ്പെടെ എന്നോട് തന്നെ ചോദിച്ചത്. അത് ഒരു കാര്യമേ ഉള്ളൂ, സാധാരണ പിരിക്കുന്ന പണത്തിന്റെ ഇരട്ടിയാണ് കുടിശ്ശിക ഉൾപ്പെടെ പിരിച്ച് ഈ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനുള്ള ഫലപ്രദമായ ധന മാനേജ്മെന്റ് സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൈകാര്യം ചെയ്തത്. അതുകൊണ്ടാണ്. ഇനി സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി കൂടി നേടിയാൽ ഒരു സംശയവും വേണ്ട, നമ്മുടെ വാങ്ങൽ കഴിവ് വർദ്ധിക്കും. 20 ലക്ഷം ആളുകൾക്ക് പുതുതായി തൊഴിൽ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇത് പറഞ്ഞാൽ നടക്കുമോ? ഒരു സംശയവും വേണ്ട കേട്ടാ. 20 ലക്ഷത്തിൽ ഇപ്പോഴും തന്നെ 10 ലക്ഷം ആൾക്ക് ജോലി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സംരംഭം തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചു. ഞാനന്ന് മന്ത്രിയായിരുന്നു. രാജീവും ഞാനും കൂടി ചേർന്നിട്ടാണ് ആ സംരംഭക വർഷം ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് പറഞ്ഞു 1 ലക്ഷം സംരംഭകരെ നമുക്ക് കൊണ്ടുവരണം. 1 ലക്ഷം. അപ്പോൾ പറഞ്ഞു 1 ലക്ഷം. ഇപ്പോഴും 3 കൊല്ലായി. 3,10,000 3,10,000 സംരംഭം. അതുകൊണ്ടാണ് കേരളം വ്യാവസായിക സൗഹൃദത്തിന്റെ 28ാം സ്ഥാനത്തായിരുന്നു നമ്മൾ ആദ്യം ഉണ്ടായിരുന്നത്. 25ആയി, പിന്നീട് 15ആയി. ഇപ്പോഴിന്ത്യയിലെ 1ാം സ്ഥാനത്തേക്ക് കേരളം വന്നു ചേർന്നിരിക്കുന്നു. ഇനി ഈ 1ാം സ്ഥാനം തകർക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്നാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരാൾക്കും തകർക്കാൻ പറ്റില്ല. പതിറ്റാണ്ട് കഴിഞ്ഞാലും തകർക്കാനാവാത്ത രീതിയിൽ ഈ കേരളം ഈ പറയുന്ന പോലെ വ്യാവസായിക മേഖലയിൽ ഫലപ്രദമായിട്ട് ഇടപെട്ട് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കുന്ന ഒരു സൗഹൃദ നാടായി കേരളത്തെ മാറ്റി. കേന്ദ്രമന്ത്രി ഉൾപ്പെടെ ഇന്ന് പ്രസംഗിച്ചത് അങ്ങനെയാണ്. ഈ സൗന്ദര്യം, ഈ കേരളത്തിന്റെ സൗന്ദര്യം, ദൈവത്തിന്റെ സ്വന്തം നാട്. അത് ദൈവത്തിന്റെ സ്വന്തം നാട് മാത്രമല്ല, ബിസിനസിന്റെയും വ്യവസായത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പറുദീസയാണ് എന്ന് കേന്ദ്രമന്ത്രി പറയുന്ന അവസ്ഥയിലേക്ക് ഇപ്പോഴീ കേരളത്തെ നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവരുടെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നതല്ല. പക്ഷെ കേരളം അതാണ്. വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ്.
ആളോഹരി വരുമാനം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനത്തിന്റെ പട്ടികയിലായിരുന്നു കേരളം. അത് മാറി. ഇനിയിപ്പോൾ ആളോഹരി വരുമാനം കൂടും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ലക്ഷത്തിലധികം ആൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് പുതുതായിട്ട്. സംരംഭ പ്രവർത്തനത്തിന്റെ ഭാഗമായി 3,10,000 സംരംഭം. 1, 2, 3, 4, 5 ആൾക്ക് ജോലി കിട്ടിയാൽ ഏതാണ്ട് 5-8 ലക്ഷം ആളുകൾക്ക് ജോലിയായി. ഇപ്പൊ തന്നെയായി. അതിന് പുറമെ IT ഉൾപ്പെടെയുള്ള നിരവധി മേഖലയിൽ വേറെയും ജോലി കിട്ടിയിട്ടുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മാത്രമല്ല, PSC മുഖേന ആയിരക്കണക്കിന് ആൾക്ക് ജോലി കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ PSC മുഖേന ജോലി നൽകുന്നതിൽ 40% ഒറ്റ സംസ്ഥാനം ഈ കേരളമാണ് നൽകുന്നത്. ആ രീതിയിൽ എല്ലാ തലത്തിലും തൊഴിലില്ലായ്മക്കെതിരായ വളരെ ഫലപ്രദമായ ഒരു ഇടപെടൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് കേരളം വളരുകയാണ്. കേരളം ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധേയ കേന്ദ്രമാകുകയാണ്. അമേരിക്ക തന്നെ പ്രസിദ്ധീകരിച്ച ടൈംസ് മാസികയിൽ അവർ പറഞ്ഞു, ഈ ലോകത്ത് കണ്ടിരിക്കേണ്ടുന്ന 52 സ്ഥലമുണ്ട്. ആ 52 സ്ഥലത്തിൽ ഒന്ന് കേരളമാണ്. കേരളത്തെ ആകെ ചേർത്തുകൊണ്ടൊരു സ്ഥലമായിട്ടാണ് അവർ എണ്ണിയത്. കേരളം ഒരു നാട് എന്നോ രീതിയിലല്ല, ഒരു സ്ഥലം. അത് ഒരു മനുഷ്യൻ കണ്ടിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഈ കേരളമാണെന്നാണ് അവർ പറഞ്ഞത്. ഈ കേരളത്തിൻ്റെ പ്രത്യേകതയാണ്, അതിൻ്റെ സൗന്ദര്യമാണ്, അതിൻ്റെ ഭാഗമായിട്ടുള്ള ശുചിത്വത്തിലേക്കുള്ള നമ്മുടെ യാത്ര. വരുന്ന മാർച്ച് മാസമാകുമ്പോഴേക്ക് ഈ കേരളം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുചിത്വ കേരളമാവും. ജനകീയ ക്യാമ്പയിനാണ്, ഇനി തുടരണം. അങ്ങനെയെല്ലാം ചേർന്ന് ഈ കേരളത്തെ വളരെ ഫലപ്രദമായിട്ട് മുമ്പോട്ടേക്ക് നയിക്കുന്നതിന് കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകണം. ബഡ്ജറ്റിലായാലും വളരെ പ്രധാനപ്പെട്ട ദുരന്തങ്ങൾ ഉണ്ടായാലും, നമുക്കറിയാം വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് ഒരു അക്ഷരം നമുക്ക് അനുകൂലമായിട്ട് വേണ്ടിയിട്ടില്ല. കേരളത്തിന്റെ പേരേ ഇല്ല. നമുക്കൊരു പൈസ തന്നിട്ടുമില്ല, ഒരു പൈസ പോലും തരാൻ കൂട്ടാക്കിയിട്ടില്ല. എന്നാൽ മറ്റു സംസ്ഥാനങ്ങൾക്ക്, ബീഹാറിനും ആന്ധ്രക്കും അതുപോലെ ഒരുപാട് സംസ്ഥാനങ്ങൾക്ക് ഇഷ്ടം പോലെ പണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാത്രം ഒന്നും തരില്ല എന്നുള്ള നിലപാടാണ്. കേരളത്തെ പാപ്പരീകരിക്കണമെന്നാണ് BJP നേതൃത്വത്തിന്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാരുൾപ്പെടെ പറയുന്നത്. ഈ രീതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനകീയമായ സംരംഭങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ AI ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള മൂലധന നിക്ഷേപവും എല്ലാം ചേർത്ത് നമുക്ക് ഈ കേരളത്തെ സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുള്ള ഒരു നാടാക്കി മാറ്റുന്നതിന് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവർ പ്രതീക്ഷിച്ചത് പിണറായി വിജയന്റെ 5 കൊല്ലം കഴിഞ്ഞു, തീർന്നു. അങ്ങനെയാണ് പണ്ടേയുള്ള ഒരു പാരമ്പര്യം. 5 കൊല്ലം LDF കഴിഞ്ഞാൽ പിന്നെ UDF ആണ്. പക്ഷേ അത് കഴിഞ്ഞ പ്രാവശ്യത്തോട് അവസാനിച്ചു. 5 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും UDF വരും. അതിന് മാധ്യമങ്ങളാകെ ചേർന്ന് വലിയ രീതിയിലുള്ള പ്രചാരവേല നടത്തി. അവർ ശക്തമത്തായ രീതിയിലുള്ള പിന്തുണ നൽകി. കേന്ദ്ര ഏജൻസികൾ 5-8 കേന്ദ്ര ഏജൻസികളുടെ വട്ടമിട്ട് കറങ്ങി. എന്നിട്ട് സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട എത്രയെത്ര കഥകളാണ് ഇവിടെ അവതരിപ്പിച്ചത്. അവിടെ 17ാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഒറ്റ സീറ്റേ കിട്ടിയിട്ടുള്ളൂ, ആലപ്പുഴ മാത്രം. അപ്പോൾ അവർ കണക്ക് കൂട്ടി. ഓരോ നിയോജക മണ്ഡലത്തിൻ്റെയും കണക്കെടുത്തിട്ട് പറഞ്ഞു, ഞങ്ങൾ 123 മണ്ഡലത്തിൽ ജയിച്ചിട്ടുണ്ട്, 123 മണ്ഡലത്തിൽ അസംബ്ലിയിൽ. അപ്പോൾ പിന്നെ പിണറായി വിജയന്റെ അന്ത്യം വന്നിരിക്കുന്നു, ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത് എന്നാണ് അവർ ധരിച്ചത്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 123 സീറ്റിലെ ഭൂരിപക്ഷം മാറി. 99 സീറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടി. ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് 2ാം ടേം അധികാരത്തിൽ വന്നു സഖാവ് പിണറായി. ഇപ്പോൾ 2ാം ടേം കഴിഞ്ഞു. ഇനിയിപ്പോൾ കണക്ക് കൂട്ടുന്നത് 18ാം ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് 123 കിട്ടിയിട്ടില്ലെങ്കിലും 111 സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും വരും. മാത്രമല്ല, കോൺഗ്രസ്സുകാർ യോഗം ചേരുന്നതിന്റെ ഭാഗമായിട്ട് അമർഷത്തോടെ ഒരു കോൺഗ്രസ്സുകാരൻ പ്രസംഗിച്ചത്, ഞങ്ങൾക്ക് ഇനിയും 3ാം ഘട്ടത്തിലും പ്രതിപക്ഷത്തിരിക്കാനാവില്ല. അതിൻ്റെ ഏറ്റവും വലിയ ആളുകളാണ് ലീഗ് ഇങ്ങനെ വെപ്രാളപ്പെട്ട് കിടക്കുകയാണ്. SDPIയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ലീഗും കോൺഗ്രസും തെറ്റായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വർഗീയ ശക്തികൾ മുഴുവൻ ചേർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് വരികയാണ്. ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നായിരിക്കും അത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസിന് ഈ വർഗീയ ശക്തികളുമായിട്ട് ഒപ്പം നിൽക്കാൻ എത്ര കാലം സാധിക്കും? കോൺഗ്രസുകാർക്ക് എത്ര കാലം സാധിക്കും?
ഒരു ബാങ്കിന്റെ പ്രശ്നം മാത്രമല്ല, നയപരമായ നിരവധി പ്രശ്നങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ആയിരക്കണക്കിന് കോൺഗ്രസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷ പ്രസ്ഥാനവുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു പുതിയ കാലം വരാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ അനുഭവം. അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ വക്താവാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ശശി തരൂർ. ശശി തരൂർ അഖിലേന്ത്യാ നേതാവാണ്, ഇവരെക്കാളെല്ലാം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം കേരളത്തിന്റെ വളർച്ചയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായി ലേഖനം തന്നെ എഴുതി, പ്രസംഗിച്ചതൊന്നുമല്ല, ഒരു ലേഖനം തന്നെ എഴുതി. ആ ലേഖനം എഴുതി തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ മുന്നോട്ടേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതിയത് കൃത്യമാണ്, ശരിയാണ്, അതിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടെ വിശ്വനാഥ മാഷ് ഉൾപ്പെടെയുള്ളവരുടെ നിലപാടിന്റെ ഒപ്പമാണ് അദ്ദേഹം ഉള്ളത്, ശരിക്കും വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ അദ്ദേഹം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ എന്ന രീതിയിൽ സോണിയാഗാന്ധിയെയും കണ്ടു, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെയും കണ്ടു. അവരെല്ലാമായിട്ട് ഇപ്പോൾ അവസാനം ചർച്ച നടത്തി. ഞാൻ പണ്ടേ ചർച്ച നടത്താൻ ആവശ്യപ്പെട്ടതാണ്, വന്നിട്ടില്ല, ചർച്ച നടത്തിയിട്ടില്ല. ഇപ്പോൾ ചർച്ച നടത്തി, പക്ഷെ നയമൊന്നും മാറ്റിയിട്ടില്ല. ഇനിയിപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ഇന്നും നാളെയും അവിടെ വി ഡി സതീശൻ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഇരിക്കുന്നത് ഞാൻ അവിടെ പോയല്ലോ, ഞാൻ കണ്ടല്ലോ, അവിടെ ഇരിക്കുന്നുണ്ട്. ഈ പ്രസംഗമെല്ലാം കേൾക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രസംഗമുണ്ട്, അതുപോലെ തന്നെ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ പ്രസംഗമുണ്ട്, കേന്ദ്രമന്ത്രിമാരുടെ പ്രസംഗമുണ്ട്, ഈ പറയുന്ന എല്ലാവരുടെയും പ്രസംഗങ്ങളുണ്ട്. അതെല്ലാം കേട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കേരളം എങ്ങനെയാണ് മാറുന്നത് എന്നതിൻ്റെ കൃത്യമായ തെളിവാണ്. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ് ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മുഖ്യമന്ത്രിയാവേണ്ടത് എന്നാണ്. അത് നമുക്ക് അന്നേരം നോക്കുന്നതല്ലേ. അതാണ് പലരും പറഞ്ഞത്, ഇപ്പം നോക്കണ്ട. എത്രയാ മുഖ്യമന്ത്രിമാരുടെ? ഒന്നാമത്തെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപ്പോൾ ഒരിക്കലും ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് രമേശ് ചെന്നിത്തല. ഞാൻ പിന്നെ എന്തിനാണ് ഇവിടെ പ്രസിഡന്റായിരിക്കുന്നത് എന്ന് സുധാകരൻ. ശശി തരൂരിനും അവസരം കിട്ടിയാൽ തരക്കേടില്ല എന്ന്. ഇവരെല്ലാം ഇവിടെ കുഴപ്പമുണ്ടാക്കിയാൽ അവസാനം ഞാൻ പ്ലെയിനിൽ, ഒരു സ്പെഷ്യൽ പ്ലെയിനിൽ മുമ്പ് AK ആന്റണി വന്നതുപോലെ കേന്ദ്രത്തിൽ നിന്ന് വരാൻ തയ്യാറായി നിൽക്കുന്ന KC വേണുഗോപാലൻ. വേണമെങ്കിൽ ഒരു ചാൻസ് കിട്ടിയാൽ മുരളീധരൻ. എത്ര ആളായി? ഇവരെല്ലാം കൂടി ചേർന്ന് ഞണ്ട് പിടിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചാൽ ഈ വരാൻ പോകുന്ന 26 മെയ്യിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 3ാം ടേം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാവേണ്ടതില്ല. അതാണ് ഇപ്പോൾ ഈ കേരളം മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ മുഖ്യമന്ത്രിയാക്കുന്നതിനെ സംബന്ധിച്ചല്ല. കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ദിശാബോധത്തോടു കൂടിയാണ് ഈ കേരളം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പ്രയാസമുണ്ട് എങ്കിൽ പോലും 62 ലക്ഷം ആളുകൾക്ക് കൃത്യമായിട്ട് 1600 രൂപ വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ആലോചിച്ചതാണ്. എങ്ങനെ വർദ്ധിപ്പിക്കാനാണ്? എവിടെയാണ് പണമുള്ളത്? ഖജനാവ് പൂട്ടിപ്പോകുന്ന നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് 1000, 2000, 2500 കൊടുക്കാൻ കഴിയാത്തത്. വീട്ടമ്മമാരുടെ പെൻഷൻ നമ്മൾ പറഞ്ഞതാണ്. എങ്ങനെയാണ് തീരുമാനിക്കുക? ഇതാണ് സാമ്പത്തിക സ്ഥിതി. അപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ടും ഇനിയും പാവപ്പെട്ട ആളുകളെ സമീപിച്ച് അവർക്ക് ആവശ്യമായ നിലപാടുകൾ ഈ ഗവൺമെന്റ് കൃത്യമായിട്ട് സ്വീകരിച്ചുകൊണ്ടും ഒരു വികസന പ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ടേക്ക് പോകാതെ രാജ്യത്തിന്റെ, ലോകത്തിന്റെ മുമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി ഈ കേരളത്തെ മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രക്രിയയിൽ നിങ്ങളുടെ എല്ലാം പരിപൂർണമായ പിന്തുണയുണ്ടാവണമെന്നും നിരവധിയായ പാർട്ടികളിൽ നിന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലേക്ക്, പ്രത്യേകിച്ച് CPIM-ലേക്ക് പുതിയ ആളുകളെ ഉൾക്കൊള്ളാനുള്ള കൃത്യമായ അതിന്റെ ഒരു വികാസ പ്രക്രിയയാണ് ഇപ്പോൾ കേരളത്തിലുടനീളം നടന്നുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന്, കോൺഗ്രസിൽ നിന്നും BJP-യിൽ നിന്നും ഉൾപ്പെടെ ഈ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാം ഉൾച്ചേർത്തുകൊണ്ട്, അവരെല്ലാം ഈ പാർട്ടിയുടെ ഭാഗമാക്കിക്കൊണ്ട് കൃത്യമായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സംശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്ന വിശ്വനാഥ മാഷ് ഉൾപ്പെടെയുള്ള മുഴുവൻ സഖാക്കളെയും പാർട്ടിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പാർട്ടിയുമായി സഹകരിച്ച് നമുക്കെല്ലാം ഒറ്റക്കെട്ടായി ഈ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കാം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.